ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു തൈര് കറി കാച്ചാൻ വേണ്ടിയാണ്. നമുക്കൊരു തൈര് കറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം. അപ്പൊ എന്താ, ഇത് ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എരിവില്ലാത്തത് എരിവുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ജീരകം ഫുള്ളായിട്ടുള്ളതും പൊടിയായിട്ടുള്ളതും എടുക്കണം. പിന്നെ കുറച്ച് തൈര് ഞാൻ എടുത്ത് ഇതുപോലെ കലക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുമാതിരി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് മക്കളെ. നമുക്ക് തീ ഒന്ന് ഓണാക്കി കൊടുക്കാം. എപ്പോഴും നമുക്ക് ആവശ്യമായ ഒരു കറിയാണ് തൈര് കറി എന്ന് പറയുന്നത്. ആ തൈര് കറി നമുക്ക് ഇതൊന്നും ഉണ്ടാക്കി നോക്കാം. ബാ. അപ്പം ഞങ്ങൾ കണ്ടല്ലോ സാധനങ്ങൾ. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഈ ചട്ടിയിൽ, ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുക്കിംഗ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിവിടെ വെളിച്ചെണ്ണ ഇല്ല. വെളിച്ചെണ്ണ ഉണ്ട്, പക്ഷേ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല. കൂടുതലും ചിലപ്പോഴാണ് യൂസ് ചെയ്യാറുള്ളത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ഇത് കുക്കിംഗ് ഓയിലാണ്, സൺഫ്ലവർ ആണ് ചേർക്കുന്നത്. നമ്മളെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ദാ കടുക് ഇട്ട് കൊടുത്ത്, കടുക് പൊട്ടുമ്പോഴത്തേക്ക് 2 ജീരകം കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വന്നോട്ടെ. ഒരു 2 ജീരകം കൂടെ, ഒരു നുള്ള ജീരകം കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു നുള്ള ജീരകം കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കടുക് താളിക്കുന്നത് എല്ലാം അതിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുത്ത്, ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് എരിവുള്ളത് എരിവില്ലാത്തത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ ഇഞ്ചിയുണ്ട്. അല്ല, ഇതെല്ലാം നമുക്ക് അതിലോട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടാ. കണ്ടോ, ഇതിവിടെ എല്ലാം നല്ല കളറായി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക്, ഞാൻ തീ കുറച്ചിട്ടേക്കാണ്. നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ തൈരിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ദാ അര ടീസ്പൂൺ ജീരകപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്ത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. ഇതാണ്ട കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട്, ഞാൻ ഇതിൽ മുളക് പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ കളറ് വ്യത്യാസത്തിൽ വരും. അതിന് പകരം ഞാൻ പച്ചമുളകെല്ലാം കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനായ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. കണ്ട, നമുക്ക് ആവശ്യത്തിന്, തൈരിന് ആവശ്യമായ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ മസാല ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. അപ്പൊ തീ ഞാൻ തീരെ അങ്ങ് ഓഫാക്കിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നിങ്ങളും അതേപോലെ ചെയ്യണം. അല്ലെങ്കിൽ ഇത് നല്ല കളറായി കിടക്കുന്നത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്തത് തൈര്. നിങ്ങൾക്ക് എത്രയാണ് തൈര് ആവശ്യമുള്ളത്? ഞാനിവിടെ 1 ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട്. തൈര് ഇതിലോട്ട് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഒരു തൈര് കറിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ആ പാത്രം കൂടെ കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇത്ര വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നു. പാത്രം ഇല്ലാതെ കഴുകിയിട്ട്, കണ്ടല്ലോ നല്ല കട്ടിയുള്ള തൈരാണ്, നല്ല കുറുകുറായിരിക്കുന്ന തൈരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ചില തൈര് നല്ല വെള്ളം പോലെ ഇരിക്കും. അപ്പൊ അതിൽ ഓവർ വെള്ളം ചേർത്ത് കൊടുക്കരുത്. അപ്പൊ ഇനി നമുക്ക് തീ ഒന്നും കൂടെ ഓണാക്കി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിക്കരുത് കേട്ടാ. തിളപ്പിക്കാതെ നമുക്ക് ഇതൊന്ന് ചൂടാക്കി മാത്രം എടുക്കാം. ഉപ്പെല്ലാം നിങ്ങൾ നോക്കുക. ഉപ്പ് എങ്ങനെ ഉണ്ടെന്നുള്ളതെല്ലാം നിങ്ങൾ നോക്കണം. നോക്കിയിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കങ്ങ് തീ ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഇതിവിടെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഞാനിത് തീ ഓഫാക്കിയാണ്. നല്ലോണം തിളക്കരുത് കേട്ടോ. തിളച്ചാൽ ഇത് പിരിഞ്ഞു പോവും. അതുകൊണ്ട് ചൂടാക്കേ ആവാവൂ. അതുകൊണ്ട് ഞാൻ ചെറിയ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന്
തീ ഓഫാക്കാൻ പോവുകയാണ്. ഞാൻ തീ ഓഫാക്കുന്നു. കണ്ടല്ലോ, തൈരേറി ഇവിടെ തയ്യാറായി. ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. കണ്ട, തൈരേറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ചോറ്റിൻ്റെ കൂടെ 2 മീന മത്തിയ എന്തെങ്കിലുമൊക്കെ പൊരിച്ചാൽ നമുക്കിത് സൂപ്പറായിട്ടുണ്ട്. കണ്ടല്ലോ നിങ്ങള്. നമുക്കിതൊന്ന് ഞാൻ ഒരു ബോളിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഞാൻ ഇതുപോലെ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ഈ ബോളിലോട്ട് നമ്മൾ തൈരേറി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്ത് നോക്കിക്കാണി, നമ്മളെ തൈരേറി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇത് തൈരറി ഉണ്ടെങ്കിൽ 2 ദിവസം നമുക്ക് ഉഷാറായിട്ട് ഒരു മീനങ്ങണം പൊരിച്ചാൽ നമുക്ക് സൂപ്പറായിട്ട് ചോറിനാൻ കഴിയും. അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. പിന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്തോടെ തന്നെ സപ്പോർട്ട് ചെയ്യണം. നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി കൂടെ കൂടുക. താങ്ക് യു ഫോർ വാച്ചിങ്.